ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡാണ് ആദ്യം അറിയിക്കുന്നത്. പുതിയ ഇറാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ. ചൊവ്വാഴ്ചയാണ് ഈ ചടങ്ങ് നടന്നത്. അതിനു മുമ്പ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അതിനു പുറമെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായുമായും ഹനിയെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇസ്മായിൽ ഹനിയ താമസിച്ച കെട്ടിടത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് ഇപ്പോൾ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹനിയയുടെ അംഗരക്ഷകനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ സാധ്യതയില്ല. ഇസ്രായേൽ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ചാരസംഘം മൊസാദ് ചെയ്യുന്ന കൊലപാതകങ്ങൾക്ക് അവർ പൊതുവെ പ്രതികരിക്കാറില്ല എന്നതാണ് സത്യം. ഇറാൻ്റെ നിരവധി നേതാക്കളെ ഇതിനു മുമ്പ് മൊസാദ് കൊലപാതകം നടത്തിയിരുന്നു. അതിൻ്റെ പിന്നിലും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇറാൻ്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ ചുക്കാൻ പിടിച്ചിരുന്ന കാസിം സുലൈമാനിയെ ഇറാൻ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ആൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാസിം സുലൈമാനിയെ അമേരിക്കയും മൊസാദും ചേർന്നാണ് ഇല്ലാതാക്കിയത്. ഈ കൊലപാതകം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇറാൻ്റെ ഉന്നത ആണവ മിസൈൽ ശാസ്ത്രജ്ഞൻ മുഹ്സിൻ ഫക്രിസാദയും കൊല്ലപ്പെട്ടിരുന്നു. ഇറാൻ്റെ തലസ്ഥാനമായ തെഹ്റാനിൽ തന്നെയായിരുന്നു മുഹ്സിൻ ഫക്രിസാദ കൊല്ലപ്പെട്ടത്. അദ്ദേഹം സഞ്ചരിച്ച കാറിന് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു. ഇറാൻ്റെ ആണവ പദ്ധതികളുടെ ബുദ്ധികേന്ദ്രം എന്നായിരുന്നു മുഹ്സിൻ ഫക്രിസാദെ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഒരു തുടർച്ച എന്ന പോലെ തന്നെയാണ് ഇറാനിൽ വെച്ച് തന്നെ ഇപ്പോൾ ഇസ്മായിൽ ഹനിയെ മൊസാദ് ഇല്ലാതെയാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഗസ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടിയിട്ടില്ല. ടോട്ടൽ വിക്ടറിയെക്കുറിച്ച് നെതന്യാഹു നിരന്തരം പറയുന്നു എന്നല്ലാതെ ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചിട്ടില്ല. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കുക, ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പദ്ധതി. ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കുകയും അതിന് ക്യാബിനറ്റിൻ്റെ അംഗീകാരം നേടുകയും എല്ലാം ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇപ്പോൾ നേടാൻ സാധിച്ചിരിക്കുന്നു. ഇസ്മായിൽ ഹനിയെ ഗസക്കുള്ളിലല്ല എങ്കിലും പോലും പുറത്തു വെച്ച് കൊല്ലാൻ സാധിച്ചിരിക്കുകയാണ്. ഈ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പലതവണ ഇസ്മായിൽ ഹനിയ പുറത്തേക്ക് യാത്ര ചെയ്തിരുന്നു. നമുക്കറിയാം, ഇസ്മായിൽ ഹനിയ ഖത്തറിലെ ദോഹയിലാണ് സാധാരണ താമസിക്കുന്നത്. അവിടെ നിന്നും പുറത്തേക്ക് പലതവണ ഇറാനിലേക്ക് തന്നെ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. തുർക്കിയിലേക്കും അതേപോലെ തന്നെ ഈജിപ്തിലേക്കുമെല്ലാം പലതവണ സഞ്ചരിച്ചിരുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഉണ്ടായിരുന്നു. എവിടേക്കാണ് ഈ ഇസ്മായിൽ ഹനിയ പോകുന്നത് എന്ന് നോക്കാൻ ചാരക്കണ്ണുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്തുടർന്ന് ഒരു അവസരം കിട്ടിയപ്പോൾ അത് മൊസാദ് ഉപയോഗപ്പെടുത്തി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകൾ സജീവമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കാൻ കൂടിയാണ് ഈ ഒരു ആക്രമണം എന്ന് പറയുന്ന ആളുകൾ കൂടിയുണ്ട്. കാരണം അമേരിക്കയടക്കം കടുത്ത സമ്മർദ്ദമാണ് ഇസ്രായേലിനുമേൽ ചെലുത്തുന്നത്. ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നടത്തിയ US സന്ദർശനത്തിൽ, നെതന്യാഹുവിൻ്റെ US സന്ദർശനത്തിൽ അടക്കം വലിയ ആവശ്യങ്ങൾ വന്നിരുന്നു. രണ്ട് വിഭാഗവും, അതായത് കമലാ ഹാരിസും ബൈഡനും ഒരു ഭാഗത്തും മറുഭാഗത്ത് ട്രംപും വെടിനിർത്തലാണ് ഇനി വേണ്ടത് എന്ന ഒരു സമ്മർദ്ദം നെതന്യാഹുവിന് മേൽ കൊടുക്കുന്നു. പക്ഷേ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ ഭരണം നിലനിർത്താൻ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ കൂടിയാണോ ഇപ്പോഴത്തെ ഈ ആക്രമണം എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടിയുണ്ട്. ഏതായിരുന്നാലും ഒരു വെടിനിർത്തലിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഹമാസിൻ്റെ മേധാവിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അത്തരമൊരു നീക്കത്തിന് തടയിടുകയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിലും നമ്മൾ കണ്ടതാണ്. വെടിനിർത്തലിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന ഘട്ടത്തിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു. അതും ഇതേപോലെയുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത് എന്ന ഒരു വലിയ വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഹമാസിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഹനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ഹമാസ് ഉറപ്പിച്ച് തന്നെ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭീരുത്വത്തിൻ്റെ തെളിവാണ് ഈ കൊലപാതകം എന്നും അതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസിൻ്റെ നേതാവ് മൂസ അബു മർസൂഖ് വ്യക്തമാക്കി കഴിഞ്ഞു. ഖുദ്സിൻ്റെ മോചനത്തിനു വേണ്ടി ഉള്ള ഹമാസിൻ്റെ ഈ തുറന്ന യുദ്ധം അത് തുടരുമെന്നും എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാൻ പോകുന്നില്ല എന്നും ഹമാസിൻ്റെ മറ്റൊരു മുതിർന്ന നേതാവ് സമി അബു സുഹരിയും പ്രതികരിച്ചിരിക്കുകയാണ്.